ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈറലാവുകയും അതനുബന്ധിച്ച് മലയാള സിനിമയിലെ മിക്കവാറും പ്രമുഖ താരങ്ങൾ മുഴുവനും എയറിലായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എനിക്ക് രണ്ടാമത് ഒരു കാര്യം പറയാനുള്ളത് നമ്മളുടെ മാധ്യമങ്ങളോടാണ്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ വാർത്താ ചാനലുകൾ തുറക്കുമ്പോൾ, രാവിലെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് പുതുമുഖ നടിമാർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ വാർത്താ മാധ്യമങ്ങളിലേക്ക് വിളിക്കുകയാണ്. ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇത് മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് ലൈവായിട്ട് കാണിക്കുകയാണ്. ദയവ് ചെയ്ത് ഇത്തരം കോളുകൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കുക. കാരണം ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാതെയാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നതും അവർ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും. നിങ്ങൾ കേൾക്കുന്നതോട് കൂടി തന്നെ ഇത് പൊതുജനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിളിക്കുന്ന ആൾ ഒരു പക്ഷേ സത്യമായിരിക്കും പറയുന്നത്, ഒരു പക്ഷേ കെട്ടുകഥകളായിരിക്കും പറയുന്നത്. ഒരു പക്ഷേ അത് കെട്ടുകഥകളാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ കുടുംബം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത്തരത്തിൽ അത് ഏതെല്ലാം രീതിയിൽ അത് അവരെ വേദനിപ്പിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കോളുകൾ അറ്റൻഡ് ചെയ്യുക, അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ അവരടുത്ത് സംസാരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അല്ലാണ്ട് ഒരു സത്യാവസ്ഥ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്.